ഗുണ്ടാത്തലവൻ ഓം പ്രകാശിനെതിരായ ലഹരി കേസിൽ സിനിമാ ബന്ധവും. ഇപ്പൊ ഒരുവനത് കയ്യിലെടുത്തിട്ട് ശരിക്ക് കിട്ടിയതേ ഉള്ളൂ. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ ലഹരി കേസ് അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും. ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ റൂമിലെത്തി. എന്റെ ദൈവമേ, പിള്ളച്ചേട്ട ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന വർത്തമാനം പറയരുത്. കേസിൽ താരങ്ങളുടെ മൊഴിയെടുക്കും. ജയിലിൽ കോടതി അടിയിടി നാട്ടുകാർ ആട്ടം തുപ്പും സംഘത്തുവനൊക്കെ എടുക്കുന്നു. ഗുണ്ടാ നേതാവ് ഓം പ്രകാശുമായി എന്ത് ബന്ധമാണിപ്പോൾ ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാർട്ടിനും ഉണ്ട് എന്ന് പറയുന്നത്? ഒന്നും എനിക്ക് കമ്പനിയില്ല. എന്നെ എന്തിനെ ഇടയിൽ കൂടെ നിർത്തിയേക്കുന്ന ഇദ്ദേഹത്തിനെ അറിയാം. പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും എല്ലാവരെയും ഉടൻ ചോദ്യം ചെയ്യുമെന്നും പോലീസ്. ശ്രീനാഥ് ഭാസിയുടെയും പ്രയാഗ മാർട്ടിന്റെയും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് കൊച്ചി പോലീസിന്റെ തീരുമാനം. 2 ദിവസമായിട്ട് പോലീസ് വിളിയോടെ വിളിക്കുക. ആ വക്കീൽ പറഞ്ഞ സംസ്ഥാനം മാറിയ കുഴപ്പമില്ല, മസനഗുഡി പോയി കറങ്ങിട്ട് വരാം. എന്നാൽ ഓം പ്രകാശുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രയാഗ മാർട്ടിൻ പ്രതികരിച്ചു. ഹിന്ദു നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്. യാതൊരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ലെന്ന് പ്രയാഗ മാർട്ടിൻ പറഞ്ഞു. അയ്യോ, അതിന്റെ രുചി എന്തെന്ന് അറിയുപോലുമില്ല. ലഹരി ഉപയോഗിക്കുന്ന ആളല്ല താൻ. എന്താ ഇത്? ജീരകമുണ്ട്, കല്ലുപ്പ്, സാധാ ഉപ്പ്. അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെ കുറിച്ച് നമുക്കറിയാം. അവിടെ നടന്നിട്ടുള്ള മുഴുവൻ വസ്തുക്കളെ കുറിച്ച് നമുക്കറിയാം. പോലീസിന്റെ മുന്നിൽ സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ലൂട്ടി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില മുറകളുണ്ട്. സത്യം ഇവന്റെ വായിന്ന് തന്നെ ഞങ്ങൾ വീഴ്ത്തിക്കോളാം. എന്തായാലും വലിയൊരു സിനിമാ കമ്പനി തന്നെ ഓം പ്രകാശുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1-2 വർഷമായിട്ട് പുള്ളിക്കാരൻ കഞ്ചാവാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രയാഗ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചുടനെ തന്നെ ഒരു ഗ്രാമീണ സുന്ദരി എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരിയെ ഓഡിയൻസ് ആഘോഷിച്ചത്, അല്ലെ? ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. എന്തൊരു ചൈതന്യം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല കോലത്തിൽ നിന്നും ഏറ്റവും വൃത്തികെട്ട രൂപത്തിലേക്കായിരുന്നു പുള്ളിക്കാരന്റെ മേക്ക് ഓവർ എന്ന് പറയുന്നത്. വലിച്ചു മോന്തിരിക്കണ കണ്ടാ മതി. അന്നേ പുള്ളിക്കാരിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു പലരും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു കള്ളന്റെ ഏറ്റവും വലിയ ശാപം അവന്റെ രൂപമാണ്. എന്നാലും ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാക്കാർക്ക് ഇപ്പൊ നല്ല രാശിയാണ്. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കേസായിട്ട് സിനിമാക്കാർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.